നമസ്കാരം. കുട്ടികൾക്ക് വിദ്യ നൽകുന്നതിന്റെ പേരിൽ ഭിക്ഷയെടുക്കേണ്ട ഗതികേടിലാണ് ഇന്ന് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ, പ്രത്യേകിച്ച് കത്തോലിക്ക ക്രൈസ്തവ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ ആയിരക്കണക്കിന് അധ്യാപകർ. ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കമാണോ സർക്കാർ നടത്തുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകർ അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി പെട്രോൾ പമ്പുകളിലും ഫുഡ് ഡെലിവറി സ്ഥാപനങ്ങളിലും ജോലി ചെയ്യേണ്ട ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ. 4-5 വർഷമായി ശമ്പളമില്ലാതെ പണിയെടുക്കേണ്ട ഗതികേടിൽ കഴിയുന്നത് നൂറല്ല, ആയിരങ്ങളല്ല, പതിനായിരക്കണക്കിന് അധ്യാപകരാണ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നീതി ലഭ്യമാക്കിയ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും സർക്കാരെ എന്തിനീ ക്രൂരമായിട്ടുള്ള പിടിവാശി? കഴിഞ്ഞ ദിവസമാണ് 14 വർഷത്തോളമായി സ്വന്തം ഭാര്യയ്ക്ക് ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ അധ്യാപകൻ ആ ടീച്ചറുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആ ഒരു ദാരുണമായിട്ടുള്ള സംഭവം കേരളത്തിൽ അരങ്ങേറിയത്. എന്താണ് സർക്കാരിന്റെ അജണ്ട? ഇവിടുത്തെ കത്തോലിക്ക ക്രൈസ്തവ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങളാണോ ഇവിടെ നടക്കുന്നത്? സ്വാഗതം ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റിലേക്ക്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അധ്യാപകനായിട്ടുള്ള ശ്രീ ബിബിൻ ചാമക്കാലയിൽ, ഒപ്പം തന്നെ ഹെഡ് മിസ്ട്രസ് ഷൈനി കുര്യാക്കോസ്. അവർ അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻ HSSലെ ഹെഡ് മിസ്ട്രസ് ആണ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ബിബിൻ ചാമക്കാലയിൽ, അങ്ങ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന എയ്ഡഡ് അധ്യാപകരുടെ ആ ഒരു ധർണയിൽ, റാലിയിൽ വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഈ ഭിന്നശേഷി സംവരണത്തിന് ഇവിടെ കത്തോലിക്ക സഭ എതിരല്ല, ക്രൈസ്തവ സഭകൾ എതിരല്ല. തീർച്ചയായിട്ടും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അത് നടപ്പാക്കിയ രീതി, അതിൽ സർക്കാർ കാണിക്കുന്ന ഒരു പക്ഷപാതം, അതിൽ സർക്കാർ കാണിക്കുന്ന ഒരു പിടിപ്പുകേട്, അതല്ലേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം? അതല്ലേ ഇവിടുത്തെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് അധ്യാപകരുടെ, എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കണ്ണീരിന്റെ കാരണം? ശ്രീ ബിബിൻ ചാമക്കാലയിൽ. സാറ് തീർച്ചയായിട്ടും പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം സർക്കാർ അധ്യാപകരുടെ മേല്, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയെ സർക്കാരിന്റെ നയങ്ങൾ മൂലം ഓരോ ദിവസവും ഈ സെക്ഷൻ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1996 മുതലുള്ള ഭിന്നശേഷി സംവരണം കൃത്യമായി നടപ്പാക്കാത്തത് മൂലം ഇപ്പോൾ സർവീസിൽ കയറിയ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പഴച്ചു എന്നാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജോലി ആയാലും അധ്വാനിച്ചാൽ അതിന് കൂലി കിട്ടണം, കൂലി കൊടുക്കണം, അതാണ് മാന്യത. പക്ഷെ ഈ സർക്കാർ ആ കാര്യത്തിൽ മാന്യത പുലർത്തുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും, സമൂഹം ഒന്നടങ്കം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭിന്നശേഷി സംവരണം 3%, അതിനുശേഷം 4% നടപ്പാക്കിയാൽ മാത്രമേ ഞങ്ങളുടെ നിയമനങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളത് ഒരു തരം മുട്ടാപ്പോക്ക് തന്നെയാണ്. ഇവിടെ ആരും ഭിന്നശേഷി സഹോദരന്മാർക്ക് എതിരല്ല. ഭിന്നശേഷി സഹോദരന്മാർക്ക് അർഹതപ്പെട്ട ഒഴിവുകൾ അവർക്ക് തന്നെ കൊടുക്കണം. അതിനോട് ഞങ്ങൾ തീർച്ചയായും യോജിക്കുന്നു. കാരണം അവർ നമ്മളെ പോലെ സഹോദരങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും ഭൗതികപരമായ കുറവുകൾ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇപ്പോഴും ഭിന്നശേഷി അധ്യാപകരായി നിയമിച്ചിരിക്കുന്ന അധ്യാപകർക്ക് എത്രയോ സപ്പോർട്ടാണ് മറ്റുള്ളവരെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അവർക്ക് ഇവിടെ ആരും എതിരില്ല. പക്ഷേ അവർക്ക് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ ഒഴിവുകൾ പൂർണ്ണമായിട്ടും നികത്തിയാൽ മാത്രമേ ഞങ്ങളുടെ നിയമനങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതൊന്നാമത്തെ കാര്യം. ഇനി സർക്കാർ അങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സർക്കാരിന് അങ്ങനെ ഒരു നയം ഉണ്ടെങ്കിൽ തന്നെ, അത് എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായി തുല്യമായി നടപ്പാക്കാനുള്ള ആർജവും സർക്കാർ കാണിക്കണം. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ കണ്ടത്? NSSന്റെ കീഴിലുള്ള സ്കൂളുകൾക്ക് മാത്രം അനുകൂല വിധി സർക്കാർ കൊടുക്കുകയാണ്. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് NSSന് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. പക്ഷേ എല്ലാ മാനേജ്മെന്റുകൾക്കും ആ വിധി ബാധകമാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സർക്കാർ അവിടെ ഒരു ഒളിച്ചുകളി കളിക്കുകയാണ്. സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് NSSന്റെ കീഴിലുള്ള സ്കൂളുകൾക്ക് മാത്രം അത് തീർപ്പാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള 7 മേഖലകളിലെ അധ്യാപകർ എന്ത് ചെയ്യണം? അവര് തങ്ങളുടെ മതത്തെ പഠിക്കണോ, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ പഠിക്കണോ? ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. 2, ധാരാളം അധ്യാപകരാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്ത് ദിവസങ്ങളെ തള്ളി നിൽക്കുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാരുണ്ട്. അധ്യാപനം കഴിഞ്ഞ് സ്വിഗ്ഗിയിൽ അല്ലെങ്കിൽ സൊമാറ്റോയില് ഫുഡ് ഡെലിവറി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവര് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. എല്ലാവരും പറയും അധ്യാപനം ഏറ്റവും സുഖമുള്ള ജോലിയാണ്, അധ്യാപകന് വേറെ ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബാങ്ക് മാനേജർക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ? ഒരു വില്ലേജ് ഓഫീസർക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ? പക്ഷെ ഒരു അധ്യാപകന് തീർച്ചയായിട്ടും വീട്ടിൽ ചെന്ന് വർക്ക് ചെയ്യാനുണ്ട്.
അവനെ സംബന്ധിച്ച് അവന്റെ കുട്ടികൾക്ക് അടുത്ത ദിവസം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഒരു തിരക്കഥ എഴുതുന്ന പോലെ പിറ്റേ ദിവസം പഠിപ്പിക്കാനുള്ള ലെസൺ പ്ലാൻ എഴുതേണ്ട ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളുടെ പേപ്പർ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. വീട്ടിൽ ചെന്നിരുന്നാൽ കുട്ടികളുടെ സംശയം തീർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കന്മാരുടെയും കുട്ടികളുടെ പരാതി പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 24 മണിക്കൂറും കർമ്മനിരതനായിട്ടാണ് ഒരു അധ്യാപകൻ നടക്കുന്നത്. അപ്പോൾ NSSന്റെ കീഴിൽ മാത്രമുള്ള അധ്യാപകർക്ക് ഒരു നീതി, ബാക്കിയുള്ള അധ്യാപകർക്ക് മറ്റൊരു നീതി എന്നൊക്കെ പറയുമ്പോൾ അത് ഇരട്ട നീതിയാണ്. സർക്കാർ ഇരട്ടത്താപ്പ് ഇറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, എയ്ഡഡ് മേഖലയാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എയ്ഡഡ് മേഖലയാണ് നമ്മുടെ കേരളത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്രയോ മഹാരഥന്മാരാണ് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പടിയിറങ്ങി പോയിട്ടുള്ളത്. ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ എയ്ഡഡ് മേഖലയെ തകർക്കാനാണോ ലക്ഷ്യമെന്ന്? തീർച്ചയായിട്ടും കാലാകാലങ്ങളായിട്ട് വിവിധ സർക്കാരുകൾ കൊണ്ടുവരുന്ന നയങ്ങൾ എയ്ഡഡ് മേഖലയെ തകർക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മുടെ ഈ എയ്ഡഡ് മേഖലയിൽ മാത്രമാണ് എക്കണോമിക് സ്കൂള് അല്ലെങ്കിൽ അൺഎക്കണോമിക് സ്കൂളുകൾ എന്നുള്ള സിസ്റ്റം ഉള്ളത്. കുട്ടികൾ ഇത്ര എണ്ണത്തിൽ കൂടുതലായാൽ എക്കണോമിക്, കുറഞ്ഞാൽ അൺഎക്കണോമിക്. ഈ അൺഎക്കണോമിക്കില് സാറ് പല കോർപ്പറേറ്റിന്റെ കീഴിൽ ഒരുപാട് അൺഎക്കണോമിക് സ്കൂളുകളുണ്ട്. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് മാത്രമേ പെർമനന്റ് വിദ്യാഭ്യാസം നൽകുന്നതും എയ്ഡഡ് സ്കൂളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ സർക്കാർ സ്കൂളുകളെയോ ഗവൺമെന്റ് സ്കൂളുകളെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നതല്ല. കാരണം ഞാൻ 1 മുതൽ 4 വരെ സാധാ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ പഠിപ്പിച്ചാൽ കൂലി കിട്ടാത്ത ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായ ശമ്പളം വരുന്നു. പക്ഷെ എയ്ഡഡ് മേഖലയിലുള്ള ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. അതേ ജോലി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാലോ, എയ്ഡഡ് മേഖലയിൽ NSSന് കീഴിലുള്ള അധ്യാപകർക്ക് എല്ലാം ശമ്പളം കിട്ടുന്നു. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. മറ്റു ചിലർ പറയുന്നു എയ്ഡഡ് മേഖലയിൽ കോഴയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ പറയട്ടെ, ഞാൻ പാലാ രൂപതക്കാരനാണ്, പാലാ കോർപ്പറേറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 1 രൂപ പോലും തലവരിപ്പണമായിട്ടോ കോഴയായിട്ടോ എനിക്ക് ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും എയ്ഡഡ് മേഖലയെ പിറകോട്ടടിക്കാനും എയ്ഡഡ് മേഖലയെ തകർക്കാനും കുപ്രചരണങ്ങളുമായിട്ടും ചില കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ശ്രീ ബിബിൻ. അതായത് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിലുള്ള വേക്കൻസികൾ അത് ഫില്ല് ചെയ്യുവാൻ കത്തോലിക്ക മാനേജ്മെന്റുകൾ തയ്യാറാണ്. ആ വിഷയത്തിൽ എന്താ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും സാർ, ഈ ഭിന്നശേഷിക്കായിട്ട് ഇത്ര ഒഴിവുകൾ ഓരോ കോർപ്പറേറ്റും കൃത്യമായി നീക്കി വെച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ധാരാളം പേരെ ഒഴിവ് നികത്തി കഴിഞ്ഞു. പക്ഷെ ആൾക്കാരെ കിട്ടാനില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നമുക്കറിയാം, ഭിന്നശേഷി സഹോദരന്മാരില് അധ്യാപക യോഗ്യതയുള്ള അധികം പേരൊന്നുമില്ല. ഇനി അവര് വന്നാൽ തന്നെ അവരെ തീർച്ചയായിട്ടും നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് അവരെ ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് തീർച്ചയായിട്ടും കാലതാമസം വേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 1996 മുതലുള്ള ആ 3-ഉം അതിനുശേഷമുള്ള 4% സംവരണം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പറയുന്നത് എത്രേ ഉള്ളൂ, ഞങ്ങൾ മുമ്പോട്ട് വന്ന നിബന്ധന എത്രേ ഉള്ളൂ, അവർക്ക് അർഹമായ ഒഴിവുകൾ ഒഴിച്ചിടുക, അവർക്ക് വരുമ്പോൾ അവരെ അവിടെ കയറ്റി ഫില്ല് ചെയ്യുക. അതുവരെ സാധാരണപ്പെട്ട ഏതൊരു കുടുംബത്തിലെ അധ്യാപകന് അവിടെ ഡെയിലി വേജ് നിയമനം നൽകുക. പക്ഷേ അപ്പോഴും നിയമനം അംഗീകരിച്ച അധ്യാപകർക്ക് എന്തിനാണ് അവരെ മാറ്റി നിർത്തി അവരെ ഒരു 2ാം കിടയായിട്ട് മാറ്റി നിർത്തുന്നത്? അവർക്ക് അർഹമായ ശമ്പളം തന്നുകൂടെ എന്നാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളമില്ല സാർ. 1-ാം തീയതി നമുക്കൊക്കെ ഒരു സ്ഥലത്ത് പോയി ഒരു ചായ കുടിക്കാൻ പേടിയാണ്, ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പേടിയാണ്. അങ്ങനെ കുടിച്ചാല് പിറ്റേ ദിവസത്തിലേക്കുള്ള വണ്ടിക്കൂലി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ധാരാളം പേരാണ് വണ്ടിയിലും ബസ്സിലും ഒക്കെ കടം മേടിച്ചുകൊണ്ട് വരുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, 10ഉം 20ഉം 30ഉം വയസ്സായിട്ടും ഇപ്പോഴും അപ്പന്റെ അമ്മയുടെ മുമ്പിൽ കൈ നീട്ടുന്ന എത്രയോ അധ്യാപകരുണ്ട്. അല്ലെങ്കിൽ ഭർത്തഗ്രഹങ്ങളിൽ ചെന്ന് തലകുനിച്ച് നിൽക്കുന്ന എത്രയോ അധ്യാപികമാര് നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അലീന ടീച്ചറുടെ മരണത്തോടു കൂടി ആ ടീച്ചർക്ക് സർക്കാർ നീതി നടപ്പാക്കി കൊടുത്തു. പത്തനംതിട്ടയിലെ ഒരു ടീച്ചറിന്റെ ഭർത്താവിന്റെ ആത്മഹത്യയോട് കൂടി ആ ടീച്ചറിന് സർക്കാർ നീതി നടപ്പാക്കി കൊടുത്തു. അപ്പൊ സർക്കാർ ഇവിടെ അർത്ഥമാക്കുന്ന മാനദണ്ഡം എന്താണ്? അധ്യാപകരുടെ മരണമാണോ? അധ്യാപകർ മരിച്ചാൽ അല്ലെങ്കിൽ അധ്യാപകർ ആത്മഹത്യ ചെയ്താൽ മാത്രമേ സർക്കാർ അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുകയുള്ളൂ. എന്തൊരു ലോകത്താണ് സാർ നമ്മൾ ജീവിക്കുന്നത്? വിചിത്രമായ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരെ സംബന്ധിച്ച് കഴിഞ്ഞില്ല, ഒരു 3% DA വന്നു. അത് ഏത് വർഷത്തെയാന്ന് പറയുന്നില്ല. അധ്യാപകർക്ക് അർഹമായ ആനുകൂല്യങ്ങളും DA ഒക്കെ നല്ല രീതിയിൽ 2022 മുതലുള്ള കുടിശ്ശികയാണ് കിടക്കുന്നത്. ടീച്ചർക്ക് അതറിയാം, കുടിശ്ശികയാണ് കിടക്കുന്നത്. എന്നാൽ സാർ ആ സമയം ഓർത്ത് നോക്കുക, ബീവറേജ് ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് 1,02,500 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 95,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർത്തോർത്തു
യെസ്. ഞാൻ വ്യക്തമാണ്. ഞാൻ ഷൈൻ ടീച്ചറിലേക്ക് വരികയാണ്. അർഹമായ ജോലി കിട്ടാത്ത ഏക സമൂഹം അധ്യാപകർ മാത്രമാണ്, ഓക്കെ. പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ മാത്രമാണ്. യെസ്, യെസ്, യെസ്. വളരെ ക്രൂരം, വിചിത്രം എന്ന് തന്നെ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവവികാസങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഷൈൻ ടീച്ചറിലേക്ക് വരികയാണ്. ടീച്ചർ, നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 17,000-ഓളം അധ്യാപകരാണ് ഇത്തരത്തിലുള്ള നീതി നിഷേധത്തിന് ഇരകളായി ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിൽ. ഇതിൽ വളരെ പേർ സ്ത്രീകളാണ്, വിവാഹിതരാണ്. മാത്രമല്ല അങ്ങ് ഒരു ഹെഡ് മിസ്ട്രസ് കൂടിയാണ്. അതിനാൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളായിട്ടുള്ള, വനിതകളായിട്ടുള്ള അധ്യാപകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങൊന്ന് പങ്കുവയ്ക്കാമോ ആദ്യഘട്ടത്തിൽ? ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ വളരെ സങ്കടത്തോടെയാണ് വരുന്നത്. ഒരു കുഞ്ഞിനൊരു എന്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ സ്വന്തമായിട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തികമായിട്ട് നമ്മൾ ആശ്രയിക്കുമ്പോൾ അവർക്ക് നീ ഇനി ജോലിക്ക് പോകണ്ട, ഇത് അപ്പോയിന്റ്മെന്റ് പാസ്സാകുമോ, നീ ഇനി ജോലിക്ക് പോകണ്ട, മറ്റേതെങ്കിലും ഒരു ജോലിക്ക് പോയിക്കോ. കൃത്യമായൊരു ഒരു ബോധ്യത്തോടെ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് വിദ്യാലയത്തിലേക്ക് അവളുടെ ഒരു അധ്യാപികയുടെ ഒരു ധാർമ്മികതയോടെ കടന്നു വരാനായിട്ട് പറ്റത്തില്ല. അവളൊരു സ്വതന്ത്രയല്ല. ഒരു ഒത്തിരി സാമ്പത്തികമായ ആശ്രയത്വത്തിൽ ചുറ്റുപാടുകളിലേക്ക് കടന്നു ചെന്നാൽ തീർച്ചയായിട്ടും ഒരു അധ്യാപികയ്ക്ക് അധ്യാപന മേഖല തന്നെ ഒരു മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള അവരൊരു സ്വതന്ത്ര ചിന്തയോടെ അവർ നല്ല മനസ്സോടുകൂടി വേണം ഓരോ പ്രഭാതത്തിലും ആ വിദ്യാലയത്തിന്റെ പടിയിലേക്ക് കടന്നു വരാൻ. വളരെ സന്തോഷപ്പെടുത്തുക. ഞാനിപ്പോൾ ഓർക്കും എന്റെ അധ്യാപകരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ആയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം അമ്മയും അപ്പനും എന്ന് പറയുന്ന വ്യവസ്ഥാപിത സങ്കല്പങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തുന്ന ഇടമാണ് വിദ്യാലയം. അതുകൊണ്ട് ആ ജീവിതവും സംസ്കാരവും രൂപപ്പെടുത്തുന്ന ഒരു ഇടം ആ വിദ്യാലയമായിട്ട് മാറുന്നത്. നമ്മുടെ കത്തോലിക്ക സഭ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. കുടിപ്പള്ളിക്കൂടത്തിൽ ആരംഭിച്ച നമ്മളുടെ വിദ്യാഭ്യാസ പ്രക്രിയ അന്ന് ശമ്പളം വാങ്ങിച്ചും ശമ്പളം വാങ്ങിക്കാതെയും വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു ചെന്നവരാണ് കത്തോലിക്കര്. അതിനുശേഷം പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ നമ്മൾ സ്ഥാപിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും ഇന്നു വരെ മോശമായിട്ട് ഇടാനോ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനോ ഒരു മാനേജ്മെന്റും ശ്രമിച്ചിട്ടില്ല. ഒരു രൂപ പോലും ബിപിൻ സാറ് സൂചിപ്പിച്ചതുപോലെ കൈക്കൂലി വാങ്ങാതെ അധ്യാപക നിയമനങ്ങൾ സുതാര്യമായിട്ട് നടത്തുകയും ചെയ്യുന്നു. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വിദ്യാലയം. അതിന്റെ പടി കടന്നു വരുന്ന അധ്യാപകനും വിദ്യാർത്ഥിയും അവിടെ ഒരു സുന്ദരമായ ലോകം സൃഷ്ടിക്കേണ്ടവനാണ്. അപ്പൊ അവിടെ അസ്വസ്ഥമായ മനസ്സ്, ഒരു സങ്കടമായിട്ടുള്ള ഒരു മനസ്സോടെ, ഇതുപോലെ വിപിൻ സാർ പറഞ്ഞ പോലെ വണ്ടിയെ കയറി കണ്ടക്ടർക്ക് പൈസ കൊടുക്കാൻ കടം വാങ്ങേണ്ടി വരുന്ന ഒരു അധ്യാപിക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിക്കാൻ, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ, ഒരു കുടുംബത്തിലായിരിക്കാൻ, വിവാഹപ്രായമായിട്ടും വിവാഹത്തിലേക്ക് ഞാനൊന്ന് പെർമനന്റ് ആയി എനിക്കൊരു ശമ്പളം കിട്ടിയിട്ട് ഒരു ഇത്രയും MSc Medഉം സെറ്റും നെറ്റും ഒക്കെ പാസ്സായി വരുന്ന ഒരു പെൺകുട്ടി, അവളുടെ മനസ്സിന് ഒരുപാട് വേദനയാണിത്. ഭിന്നശേഷി സംരക്ഷണത്തിന്റെ പേരിൽ മറവിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മാനേജ്മെന്റുകൾ റോസ്റ്ററുകൾ തയ്യാറാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഷാ മത ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ ഇപ്പൊ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ ചോദിക്കാൻ പോലും വരാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരു സംവിധാനത്തിലേക്ക് നമ്മളെ ക്രമേണ എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തു. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇതുപോലെ മനോഹരമായിട്ട് കെട്ടിപ്പടുത്ത ഒരു വിദ്യാലയം കുറച്ച് കുട്ടികൾ കുറഞ്ഞാൽ അതിനെ അൺഎക്കണോമിക് ആയിട്ട് പ്രഖ്യാപിക്കും. പിന്നെ അവിടെ മലയാളം മീഡിയം മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതോടെ ആ സ്കൂളിനെ വളർച്ചയുടെ ഘട്ടങ്ങളെല്ലാം കടക്കുകയാണ്. അല്ലെങ്കിൽ അതിന് പൂർണ്ണ വളർച്ചയിലേക്ക് അതിന് എത്താനായിട്ട് പറ്റത്തില്ല. വിദ്യാലയങ്ങളെ പൊതുവിദ്യാഭ്യാസത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം എന്ന് ഉറക്കം നമ്മൾ ഉദ്ഘോഷിക്കുമ്പോഴും ഈ ഗുണമേന്മയുള്ള വിദ്യാലയങ്ങളെ നശിപ്പിക്കുക എന്ന കൃത്യമായ അജണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം വർഷങ്ങളായി ശമ്പളമില്ലാത്ത ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ, ആ കുരുക്കിന്റെ പേരിൽ അപ്പോയിന്റ്മെന്റ് പാസ്സാവുകയും പാസ്സായിട്ട് പോലും ആ ദിവസക്കൂലി പോലും അലോട്ട്മെന്റിന്റെ പേരിൽ, ഈ അടുത്തിടെ പാസ്സായ നിയമനങ്ങൾക്കൊന്നും അലോട്ട്മെന്റിന്റെ പേരിൽ കൊടുക്കാൻ സാധിക്കുകയില്ല. ചെറിയ ഒരു ഉത്തരവ് ഇറങ്ങി ഒക്ടോബർ വരെയുള്ളവർക്ക് അലോട്ട്മെന്റ് ബേസിൽ അതും ദിവസങ്ങൾ പെറുക്കിയെടുത്ത് ആ ഒരു ലീവ് എടുക്കാൻ പറ്റുകയില്ല. ഒരു മെറ്റേണിറ്റി ലീവ് ഇല്ല. ഒരു ലീവ് പോലും അധ്യാപികയ്ക്ക് അവകാശപ്പെട്ട ഒരവകാശങ്ങളും നൽകാതെ ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ നശിപ്പിക്കുന്നു. തീർച്ചയായിട്ടും സാറേ, അത് ഓരോ കാലഘട്ടത്തിലും
നമ്മുടെ പറഞ്ഞോളൂ, തുടർന്നോളൂ. ഓരോ കാലഘട്ടത്തിലും വിചിത്രമായ ഉത്തരവുകൾ ഇറക്കുക. ഈ ഉത്തരവുകൾ പരസ്പരം ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇത് ഇന്ന ദിവസം അവസാനിക്കും. ഇന്നും നമുക്കറിയാം, ഇന്നും പറയുന്നുണ്ട് ഭിന്നശേഷിക്കാരെ ഉടൻ തന്നെ നിയമിക്കും. ഓഗസ്റ്റ് 8-ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമ്മള് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഒരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രിമാരെ കാണുകയും മന്ത്രിമാര് ഈ ഓഗസ്റ്റ് 8 വരെയുള്ള ഒരു ദിവസം കൊണ്ട് ഈ പ്രക്രിയ അവസാനിക്കുമെന്നും ശാശ്വതമായ ഒരു പരിഹാരം കിട്ടുമെന്നും, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സുപ്രീം കോടതിയിലേക്ക് പോയി വിധി സമ്പാദിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ ജനാധിപത്യ വ്യവസ്ഥിതി, നിയമനിർമ്മാണ സഭകൾ എന്തിനാണ് എന്ന ചോദ്യം നമ്മുടെ ഓരോ പൗരന്റെയും ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഹനിക്കാതെ ഒരു വിദ്യാലയത്തെ കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമുക്കറിയാം. ഈ ഭിന്നശേഷി സംവരണത്തെ കുറിച്ച് വാചാലമാകുന്ന വ്യക്തികളൊന്ന് ചിന്തിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിയുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് കത്തോലിക്ക സഭയാണ്. അത് 100% അന്വർത്ഥമാണ്. യെസ്, വ്യക്തമാണ്. ഞാൻ ടീച്ചറിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് സൂചിപ്പിച്ചതാണ് ഇത്തരത്തിൽ ശമ്പളമില്ലാതെ ഇങ്ങനെ ജോലി ചെയ്യുന്ന അധ്യാപകർ. നമുക്കറിയാം, അവർ ചെയ്യുന്ന നിസ്സാരമായിട്ടുള്ള ജോലിയല്ല. അവരൊരു രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെയാണ് നിർമ്മിക്കുന്നത്. രാജ്യ നിർമ്മാണത്തിൽ തന്നെയാണ് പങ്കാളികളാകുന്നത്. കാരണം രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ മനോഹരമായിട്ട് വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ, ഇത്തരത്തിലൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ, മാനസികമായിട്ടുള്ള പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അത് അവിടങ്ങളിലെ ഒരു ക്വാളിറ്റിയെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയല്ലേ? അത് ആ തലമുറയുടെ തന്നെ ഒരു വളർച്ചയെ തന്നെയല്ലേ ദോഷകരമായിട്ട് ബാധിക്കുന്നത് ടീച്ചർ? തീർച്ചയായിട്ടും. കാരണം മനസ്സും അടുത്ത് നമുക്കറിയാം. ഇപ്പം സാറ് പറഞ്ഞതുപോലെ വൈകുന്നേരങ്ങളിൽ മറ്റൊരു ജോലിക്ക് പോയി ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾക്ക് ഒരിറ്റു വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കാത്ത അധ്യാപകര്, ശമ്പളം ഉണ്ടായിട്ട് തന്നെ നമുക്കറിയാം ജീവിത ചുറ്റുപാടുകളുടെ ഒരു വളർച്ചയിൽ ലോണൊക്കെ എടുത്ത് വീട് വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പരാധീനതകളുണ്ട്. ഈ മാനസിക സമ്മർദ്ദം, സ്ത്രീകൾക്ക് മാനസിക സമ്മർദ്ദം കൂടുമ്പോഴാണ് ഇവര് ഡിപ്രഷനിലേക്കൊക്കെ പോവുകയും സാറ് പറഞ്ഞതുപോലെയുള്ള ആത്മഹത്യകളിലേക്കൊക്കെ പോകുന്നത്. ഈ ഒരു സമ്മർദ്ദത്തോടെ ഒരിക്കലും അധ്യാപന മേഖല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് കുഞ്ഞുങ്ങളെ അവരെ ഒന്ന് രൂപപ്പെടുത്തുകയാണ്. ഒരു രൂപീകരണം നടക്കേണ്ട ഇടമാണ്. മറ്റൊരു മേഖലയും പോലെയല്ല വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത്. അവരെ ഒരു സാംസ്കാരികമായൊരു സേതുബന്ധനം പകരാൻ പ്രാപ്തിയുള്ള ഒരു മാനസിക ബലമുള്ള, മനോബലമുള്ള വ്യക്തികൾ തന്നെ വേണം ആ ക്ലാസ് റൂമിൽ നിൽക്കാൻ. അവർ വൈകുന്നേരങ്ങളിൽ പഠിച്ച് ഒരുങ്ങി പിറ്റേ ദിവസത്തേക്ക് എൻ്റെ വിദ്യാലയത്തിലേക്ക് വരാൻ ഓരോ മാസവും അവർ ജീവിതത്തിന് തീർച്ചയായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം വേണം. നമുക്കറിയാം, പണ്ടൊക്കെ സ്ത്രീകൾ പോലും അബലകളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു രണ്ടാം കിട പൗരകളായിട്ടൊക്കെ പൗരത്വത്തിലേക്കൊക്കെ വന്നിരുന്നതിന്റെ കാരണം ആ കാലഘട്ടങ്ങളിൽ പുരുഷനോടുള്ള അമിതമായ സാമ്പത്തിക ആശ്രയത്വം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്നത് മാറി. പെൺകുട്ടികൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സാറ് പറഞ്ഞതുപോലെ വനിതകൾക്ക് ശമ്പളമില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു മാനസിക സന്തോഷത്തോടെ വിദ്യാലയത്തിലെത്താനോ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആഗ്രഹിക്കുന്നത് പോലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം തീർച്ചയായിട്ടും കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിൽ കൃത്യമായി ഇടപെടുവാൻ, ഫയലുകൾ 5-6 വർഷമായിട്ട് ഉറങ്ങുന്നു എന്ന് ഇന്നത്തെ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു. മന്ത്രി തന്നെ പറയുന്നു ഫയലുകൾ ഇങ്ങനെ ഉറങ്ങാൻ കർശനമായി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുക്കുവാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവിലേക്ക് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുവാനുള്ള കഴിവിലേക്കും ഇവർ തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരികയാണ്. ബിബിൻ, നമുക്കറിയാവുന്നതുപോലെ ഈ എയ്ഡഡ് മേഖലയെ തകർക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന പരിശ്രമങ്ങൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ ഈ ഇത്തരം
ഇത്തരത്തിലുള്ള ഒരു പ്രവണത മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും ആത്യന്തികമായിട്ട് പലപ്പോഴും ഭരണകൂടങ്ങൾ ലക്ഷ്യമിടുന്നത് എയ്ഡഡ് മേഖലയെ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക, പ്രത്യേകിച്ച് എയ്ഡഡ് നിയമനങ്ങൾ PSC വഴിയൊക്കെ നടത്താനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എയ്ഡഡ് മേഖല ആകപ്പാടെ കലുഷിതമാണ്, ഇവിടുത്തെ നിയമനങ്ങൾ ആകപ്പാടെ കലുഷിതമാണ്, മാനേജ്മെന്റുകൾക്ക് അത് നേരെ ചൊവ്വേ നടത്താൻ സാധിക്കില്ല എന്നൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഇവരുടെ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കാനുള്ള ഒരു നീക്കം, ഒരു തന്ത്രം ഇതിന്റെ പിന്നിലുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഇനി എയ്ഡഡ് അധ്യാപകർ, പ്രത്യേകിച്ച് ഈ നീതി നിഷേധത്തിന് ഇരയായിട്ടുള്ള എയ്ഡഡ് അധ്യാപകരുടെ നീക്കം എന്താണ് ഈ നീതി ലഭ്യമാക്കുവാൻ വേണ്ടി? വിപിൻ. തീർച്ചയായിട്ടും എയ്ഡഡ് മേഖലയെ തകർക്കുവാനുള്ള ഒരു ഗൂഢമായ നീക്കം കാലാകാലങ്ങളായിട്ട് വരുന്ന ഭരണാധികാരികളുടെ പക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നാൾക്ക് നാള് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സംഘടനകളും, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെ ഒക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന് വളരെ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒന്നുണ്ട്. ഈ സ്കൂള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞ തെണ്ടിയാണ് ഉണ്ടാക്കിയത്, പിരിവെടുത്താണ് ഉണ്ടാക്കിയത്. പള്ളിയിലെ പൊന്നും കുരിശ് വിറ്റ് വരെ നമ്മുടെ ഇവിടെ സ്കൂളുകൾ പണിത ചരിത്രമുണ്ട്. പാലാ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന വയലിൽ പിതാവ് അദ്ദേഹത്തിന്റെ മെത്രാസന മന്ദിരം പണിയുന്നതിന് മുമ്പ് അവിടെ B.Ed കോളേജ് പണിതു. അപ്പൊ നമ്മള് കാലാകാലങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിന് കൃത്യമായ മുൻതൂക്കം കൊടുത്ത് ഭാവി തലമുറയെ കൃത്യമായിട്ട് വാർത്തെടുത്ത് പോകുന്ന ഒരു സമൂഹമാണ്. അങ്ങനെയുള്ള എയ്ഡഡ് മേഖലയെ തകർക്കുന്നത് അവരെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. കാരണം PSCയിലൊക്കെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പൊതു സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. PSCയിലൊക്കെ ഏതെങ്കിലും ഭരണകക്ഷിയുടെ അംഗമായിരുന്നാൽ, അവരുടെ ശിങ്കിടിയായിരുന്നാൽ ഈസി ആയിട്ട് വളരെയധികം തിരികെ കയറ്റാനുള്ള പ്രൊവിഷൻ അവർക്കെല്ലാം ഉണ്ട്. അങ്ങനെ എയ്ഡഡ് മേഖലയെ തകർക്കാനുള്ള ഗൂഢമായ ലക്ഷ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കണോമിക്സ് സ്കൂളുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളുകളെ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള ഹെഡ് മിസ്ട്രസ് ഒഴികെ, ഹെഡ് മാസ്റ്റർ ഒഴികെ ബാക്കിയുള്ള എല്ലാ അധ്യാപകരുടെയും ഭാവി അവിടെ തന്നെ തുലാസിലായി പോവുകയാണ്. പിന്നെയാണ് ഡിവിഷൻ ഫാൾ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ അധ്യാപകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരു കുട്ടി എങ്ങാനും പോയാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കുറവുണ്ടെങ്കിൽ ഈ അധ്യാപകൻ ചെന്ന് മറ്റു കുട്ടികളുടെ കാല് പിടിക്കുകയാണ്. മകനെ, എന്റെ ജോലി പോകരുത്, നീ ഇങ്ങോട്ട് വരണം എന്ന് ഈ അധ്യാപകർ ഇന്ന് കാല് പിടിക്കുകയാണ്. സാർ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ക്വാളിറ്റി അവിടെ തന്നെ പോവുകയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ കുട്ടികളുടെ കാല് പിടിക്കുകയാണ്. എനിക്കറിയാവുന്ന ഒരു ടീച്ചറുണ്ട്, കരഞ്ഞാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ ടീച്ചർ എന്ന് കുട്ടിയുടെ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് കണ്ണീർ വാർത്തൊഴുകുകയാണ്. ആ കുട്ടി എങ്ങോട്ട് വിടും, ഇല്ലെങ്കിൽ എന്റെ കഞ്ഞി കൂടി മുട്ടുമെന്ന് പറഞ്ഞ് കണ്ണീര് സഹിക്ക വയ്യാതെ ആ കുട്ടിയുടെ അപ്പനും അമ്മയും അങ്ങോട്ട് വിടുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ്, ആ കുട്ടിയെ സംബന്ധിച്ച് എന്താണ്, ഞാൻ കാരണമാണ് ടീച്ചറിന് ഇവിടെ ജോലി കിട്ടിയത് എന്നുള്ള ഒരു ഭാവത്തോടെയാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ആ അധ്യാപക ശിഷ്യ ബന്ധത്തെ തന്നെ അത് തീർച്ചയായിട്ടും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി സാർ രണ്ടാമത് ചോദിച്ച കാര്യം, ഇനി അധ്യാപകരുടെ കാര്യം. സാർ വളരെ സത്യസന്ധമായിട്ട് പറയാം, എന്നോട് പലരും ചോദിക്കുന്നുണ്ട് അധ്യാപക ജോലി അല്ലെങ്കിൽ B.Ed എടുക്കണമെന്ന്. ഞാൻ അവരോട് പറഞ്ഞ് എടുക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ പൊതുവെ നോക്കിയാൽ B.Ed പോകണ്ടേ, എന്തിനാ B.Ed എന്നാണ് പറയുന്നത്. കാരണം ഈ സർക്കാരിന്റെ ഇതാണെ തന്നെ ഇരിക്കട്ടെ, കഴിഞ്ഞ ദിവസത്തെ പത്രത്തെ കണ്ട് UPSA ലിസ്റ്റിൽ പകുതി പോലും നിയമനം പൂർത്തിയാക്കിയിട്ടില്ല. എത്രയോ അധ്യാപക ജോലികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. സർക്കാർ ഇതിൽ നിന്ന് എന്തിനാണ് ലാഭം കൊയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. സർക്കാർ എത്രയോ മേഖലകളിൽ പാഴ്ചെലവുകൾ നടപ്പാക്കുന്നു, എത്രയോ മേഖലകളിൽ ആവശ്യമില്ലാതെ പണം ദൂർത്തടിക്കുന്നു. പാവപ്പെട്ട അധ്യാപക, ഓർക്കുക, ഏറ്റവും നല്ല സമൂഹത്തിലെ ഏറ്റവും നല്ല ഡിഗ്നിറ്റി ഉള്ള ഒരു ജോബാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതുതലമുറയെ തന്നെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ അധ്യാപകനെ സംബന്ധിച്ച് അവന്റെ കുട്ടിക്ക് അവൻ വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും അവൻ സന്തോഷവാനായിരിക്കണം. അവനെ സംബന്ധിച്ച് അവൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. പക്ഷേ ശമ്പളമില്ലാതെ കരഞ്ഞ് നിലവിളിച്ചാണ് മിക്ക ടീച്ചർമാരും അധ്യാപകരും ഒക്കെ ക്ലാസ് റൂമിൽ വന്നു നിൽക്കുന്നത്. അത് അധ്യാപനത്തിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് അധ്യാപകരുടെ ഭാവി എന്നുള്ളത് വളരെയധികം സങ്കീർണമാണ്. അത് മറ്റു പല സാമൂഹിക കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം കുട്ടികളുടെ കുറവ് തന്നെയാണ്, അല്ലെങ്കിൽ CBSE സ്കൂളുകളിലേക്ക് കുട്ടികൾ നല്ല രീതിയിൽ ഒഴുകുന്നു, അത് മറ്റൊരു കാരണം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് സാർ നമുക്കറിയാൻ സാധിക്കും, പണ്ട് കാലത്തൊക്കെ അടിയാൻ കുടിയാൻ ബന്ധമുണ്ട്. ഒരു ജന്മി കാണും, ആ ജന്മിക്ക് ധാരാളം ഭൂമി കാണും. ആ ഭൂമിയിൽ എല്ലുമുറയെ കാളയെ പോലെ പണിയെടുപ്പിക്കും കുറെ അടിയാന്മാരെ കൊണ്ട്. അവസാനം ഈ അടിയാന് കുടിയാന്മാർക്ക്, ഈ കുടിയാന് അവസാനം ഒന്നും കൊടുക്കില്ല, ഒരു കൂലിയും കൊടുക്കില്ല. അതേ മനോഭാവമാണ് അധ്യാപകരെ അടിമകളായിട്ടാണ് സർക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാരും കുടിയാന്മാരാണ്, ജന്മികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കുടിയാന്മാരാണ്. നമുക്ക് ശമ്പളവുമില്ല, ഒന്നുമില്ല. എന്നിട്ട് ബാക്കിയുള്ളവർ പറയുന്നത് എന്താണ്, അധ്യാപകർ ഏറ്റവും നല്ല സന്തോഷം അനുഭവിക്കുന്നവരാണ്, അവർക്ക് ജോലിഭാരം കുറവാണ്, അവർക്കാണെങ്കിൽ കൂടുതൽ അവധിയുണ്ട്. ഇങ്ങനെ എല്ലാം പറഞ്ഞ് അധ്യാപന മേഖല അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ
നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഞാൻ സമയപരിമിതി കാരണം ഇടപെടുകയാണ്. തീർച്ചയായിട്ടും നീതി നിഷേധത്തിന് ഇരയായി ജീവിക്കേണ്ടി വരുന്ന എല്ലാ അധ്യാപകരോടും ഷെക്കേന ന്യൂസിന്റെ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. ഈ അധ്യാപകരോട് നീതി നിഷേധം കാണിക്കുന്ന സർക്കാർ അവരുടെ ഈ ക്രൂരമായിട്ടുള്ള ഈ പിടിപ്പുകേട് നശിപ്പിക്കുന്നത് ഒരു തലമുറയെ തന്നെയാണ് എന്ന് ഇനിയെങ്കിലും ഭരണകൂടം തിരിച്ചറിയുക. നീതി നിഷേധത്തിന് ഇരയായി കഴിയുന്ന പതിനായിരക്കണക്കിന് അധ്യാപകർക്ക് എത്രയും വേഗം തന്നെ നീതി ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ബിബിൻ ചാമക്കാലയിൽ, ഒപ്പം തന്നെ ശ്രീമതി ഷൈനി കുര്യാക്കോസ്, രണ്ടുപേർക്കും നന്ദി.